അതിനിടെ മൂവാറ്റുപുഴയിലെ ആചാര സംരക്ഷണ യാത്രയ്ക്കിടെ അബിൻ വർക്കിയെ ചുമലിലേറ്റി പ്രവർത്തകർ. ദൃശ്യങ്ങൾ കാണും. കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. മുദ്രാവാക്യം വിളിക്കണം പ്ലീസ്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുന്നു എന്നതിന്റെ സൂചനകൾ ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട്. എ ഗ്രൂപ്പിന്റെ തുടർന്നുള്ള നിലപാട് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളതാണോ, അതോ ഹൈക്കമാൻഡിലേക്ക് പോവുക എന്നതാണോ? ഈ അതൃപ്തി അവർ ഏത് തരത്തിലേക്ക് പ്രകടിപ്പിക്കാനാണ് നീങ്ങുന്നത്? അനുജ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ, പുതിയ ഭാരവാഹികൾ വന്നതിന് പിന്നാലെ എ ഗ്രൂപ്പ് കുറച്ചുകൂടി കടുത്ത നിലപാടെടുക്കുകയാണ്. ഈ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സഹകരണവും വേണ്ട എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. ആ തീരുമാനം ആ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട OJ ജനീഷിനോട് എതിർപ്പില്ല. പക്ഷേ അതിനുമപ്പുറത്തേക്ക് എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം. അത് നൽകാത്തത് അന്യായമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കും. പക്ഷേ OJ ജനീഷിനെ എതിർക്കില്ല. അതിനപ്പുറത്തേക്ക് നേരിട്ട് എതിർക്കുക ബിനു ചുള്ളിയിലിനെയാണ്. വർക്കിംഗ് പ്രസിഡന്റ് എന്ന പേരിൽ ഇല്ലാത്ത സ്ഥാനം നൽകി ബിനു ചുള്ളിയിലിനെ ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബിനു ചുള്ളിയിലിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എ ഗ്രൂപ്പിന്റെ നിലപാട്. ഒപ്പം ഹൈക്കമാൻഡിന് പരാതി നൽകാനും ആലോചിക്കുന്നുണ്ട്. ഐ ഗ്രൂപ്പ് ആവട്ടെ ഹൈക്കമാൻഡിന് പരാതി നൽകുക എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് ഉടൻ തന്നെ ഹൈക്കമാൻഡിനും ഒപ്പം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ഒക്കെ പരാതിയായി തന്നെ നൽകും എന്നുള്ളതാണ് അറിയുന്നത്. അബിൻ വർക്കിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന നിലയിലാണ് ആ പരാതി നൽകുന്നത്. മാത്രമല്ല, ചില സമൂഹ മാധ്യമ പോസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. 1,40,40,000-ലധികം വോട്ടുകൾ ലഭിച്ച അബിൻ വർക്കിക്ക് പകരം 19,000 വോട്ടുകൾ മാത്രം ലഭിച്ച OJ ജനീഷിനെ പരിഗണിച്ചത് അതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ചില KPCC അംഗങ്ങൾ തന്നെ ഫേസ്ബുക്കിലൂടെ പറയുകയും ചെയ്തത്. ആ നിലയിൽ തർക്കം മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴും തർക്കത്തിന്റെ പരിഹാരം കേരളത്തിൽ തന്നെ മതി എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ നിലവിലെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട് നിലവിലെ ഈ പ്രശ്നത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തില്ല. സംസ്ഥാനത്ത് തന്നെ ഈ തർക്കം പരിഹരിക്കണമെന്നും ഹൈക്കമാൻഡ് കേരള നേതൃത്വത്തോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ സംസ്ഥാന ഭാരവാഹികൾ അതിനിടയിൽ ഉടൻ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. ആ ചടങ്ങിൽ ഉൾപ്പെടെ വിട്ടുനിൽക്കുക എന്നുള്ളതാകും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും നിലവിൽ ആലോചിക്കുന്നതും. അനുജ, അതാണ് എ ഗ്രൂപ്പിന്റെ നിലപാട്. ഒരു തരത്തിലും പുതിയ സംസ്ഥാന ഭാരവാഹികളുമായ കമ്മിറ്റിയുമായും സഹകരിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടിലേക്ക് എ ഗ്രൂപ്പ് കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.